ഹലോ ഫ്രണ്ട്സ്, T4 ട്രിപ്പിൻ്റെ ചാനലിൽ ഇന്നൊരു വീഡിയോ അല്ല, നമ്മൾ ഓൾറെഡി പലതവണ എടുത്ത വീഡിയോ ആണ് ചെറുകോൽ മഹാലക്ഷ്മി ശിവനും മഹാലക്ഷ്മി പാർവതിയും. നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡ് കണ്ട എല്ലാവർക്കും അറിയാം, നമ്മൾ ആ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു അയ്യപ്പൻകുട്ടി ചേട്ടൻ്റെ കാര്യം. ആൾ ഹോസ്പിറ്റലിലാണ്, വന്നു കഴിഞ്ഞ് നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരുമെന്ന്. അവിചാരിതമായി അയ്യപ്പൻകുട്ടി ചേട്ടൻ്റെ മരണം സംഭവിച്ചു. നമ്മൾ ആ വീഡിയോയിലും അത് കഴിഞ്ഞിട്ട് നമ്മൾ റീൽസൊക്കെ ഇട്ട് എല്ലാവരും കണ്ടിട്ടുള്ള കാര്യമാണ്. അപ്പം അതിനുശേഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ശൂന്യത അതൊരിക്കലും മാറത്തില്ല. അത് ശിവൻ്റെയും പാർവതിയുടെയും അച്ഛനാണ്. മക്കളേക്കാൾ കൂടുതൽ ആനകളെ സ്നേഹിച്ച ഒരു അച്ഛനാണ്. എനിക്ക് പേഴ്സണലി ആണെന്നുണ്ടെങ്കിലും എന്നെ ആനപ്പുറത്ത് കയറ്റുമ്പോഴും എപ്പോഴും ഒരു മകളുടെ സ്നേഹം ഞാൻ അനുഭവിച്ചൊരു അച്ഛനാണ്. ആ അച്ഛനില്ലാതെ വന്നിടത്ത് ഇപ്പം ഞാൻ ശിവൻ്റെയും പാർവതിയുടെയും വീഡിയോ, അല്ലെങ്കിൽ ഇത്തവണ ശിവൻ മാത്രമേ ഉള്ളൂ, ശിവൻ്റെ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അത് മാത്രമല്ല, അവർക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം ശിവൻ ഇവിടെ വന്നിരിക്കുന്നത് ആനിക്കാട് ശങ്കരനാരായണ മൂർത്തി ക്ഷേത്രത്തിലാണ്. ഓൾറെഡി റീൽസ് കണ്ടിട്ടുണ്ടാവും. ആന തിടമ്പെടുത്ത് നിൽക്കുന്ന റീൽസൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ ആദ്യം രാവിലെ വന്നപ്പോൾ വീട്ടിലുണ്ടായ കരിമ്പൊക്കെ കൊണ്ട് കൊടുത്താണ്. നല്ല ബിസ്ക്കറ്റ്. സാധാരണ ഇവരുടെ വീഡിയോ എടുക്കാൻ ചിലപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, ഭയങ്കര ഹാപ്പി ആയിട്ട് വരുന്നിടത്ത് ആ ഒരു വിഷമമുണ്ട്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം വിജീഷാണുള്ളത്. എല്ലാവരും നമ്മുടെ വീഡിയോയിലൊക്കെ ഇഷ്ടംപോലെ വിജീഷിനെ കണ്ടിട്ടുള്ളതാണ്. ആ റീൽസ് ഭയങ്കര ഹിറ്റായിട്ടുള്ള റീൽസാണ്. അച്ഛനേക്കാൾ കൂടുതൽ ഇവരെക്കാൾ കൂടുതൽ അച്ഛൻ ആനകളെ സ്നേഹിക്കുന്നുള്ള കാര്യം. അപ്പം അച്ഛൻ്റെ മരണശേഷം, അച്ഛൻ മരിച്ചിട്ട് ഏകദേശം ഒരു മാസം ആവുന്നു. ഒരു മാസം കഴിഞ്ഞു. അതിനുശേഷം ഇത്രയും നാളും അച്ഛൻ പറയുന്ന ഇതിലായിരുന്നല്ലോ നിങ്ങൾ പരിപാടി എടുത്തുകൊണ്ടല്ലായിരുന്നു. അപ്പോൾ അവിടുന്ന് മാറി ഇപ്പം നിങ്ങളുടെ ഒരു ഇതിലാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഉത്തരവാദിത്തമായി മാറി. ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുത്തല്ലേ പറ്റുള്ളൂ, എടുക്കാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അനിയനാണ് കാര്യങ്ങൾ പരിപാടി എടുക്കുന്നതും കാര്യങ്ങളും. ഞാൻ പിന്നെ ഇവിടുത്തെ കമ്മിറ്റിയിലെ ഉള്ള രതീഷേണ്ണും മറ്റേ അവരോടുള്ള ബന്ധം വെച്ച് ഈ പരിപാടി നേരത്തെ അച്ഛനുള്ളപ്പോഴേ ഞാൻ എടുത്ത പരിപാടിയായിരുന്നു. അച്ഛനോട് പറഞ്ഞ് എടുത്ത പരിപാടി. അതുകൊണ്ടാണ് പിന്നെ ഇപ്പോൾ കൂടുതലും പരിപാടി എടുക്കുന്ന അനിയനാണ്. അവനാണ് കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ജോലി കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അങ്ങനെ ഫുൾ ടൈം അല്ലെങ്കിൽ പുറകെ നടക്കാനുള്ളൊരു സാഹചര്യക്കുറവുള്ളതുകൊണ്ട് അനിയനാണ് കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവൻ നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അച്ഛൻ്റെ നമ്പരും അവൻ്റെ തന്നെയാണ്, ഫോണും അച്ഛൻ എല്ലാം അവൻ്റെ തന്നെയാണ്. അത് പറഞ്ഞപ്പോഴാണ് പലപ്പോഴും നമ്മളിടുന്ന റീൽസ് അയ്യപ്പൻകുട്ടി ചെറുകോൽ കാണുന്നു എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴൊക്കെ എനിക്കൊരു വേദനയാണ്. സാധാരണ മരിച്ച ആളുകളെ ഞാൻ അപ്പോൾ ഫേസ്ബുക്കിൽ നിന്നാണെങ്കിലും അൺഫ്രണ്ട് ചെയ്യും. പക്ഷേ ഇതെനിക്ക് എന്തോ അച്ഛൻ അവിടെ ഉണ്ട് എന്നുള്ളൊരു തോന്നലുള്ളതുകൊണ്ട് ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പം അതുപോലെ തന്നെ ഇപ്പം ഈ ഒരു മെയിനായിട്ട് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ കാര്യം വിജീഷ് ഓൾറെഡി എന്നോട് പറഞ്ഞതാണ്. ഒത്തിരി ആളുകൾ, അതായത് അയ്യപ്പൻകുട്ടി ചേട്ടൻ മരിച്ചിട്ട് ഒരു മാസം കഴിഞ്ഞതേ ഉള്ളൂ, എന്നോട് പേഴ്സണലിയും ഇവരോട് നേരിട്ടും ഒക്കെ ചോദിച്ചൊരു കാര്യമുണ്ട്. ആനയെ കൊടുക്കുമോ, ആനയെ കൊടുക്കാറായോ? അതായത് ആ ഒരാൾ പോയപ്പോൾ ഉടനെ ഇവർ ആനയെ കൊടുക്കാനിരിക്കുകയാണോ എന്ന് ചോദിക്കും. അതിനൊരു മറുപടി കൂടിയാണ് ഇന്ന്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അതിന് വിജീഷിന് എന്താണ് പറയാനുള്ളത്? മറുപടി എന്ന് പറഞ്ഞാൽ ഈ വിളിച്ച് ചോദിക്കുന്നവർക്കൊരു ഇതില്ലേന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. കാരണം ആൾ പോയിട്ട് ഒരു മാസമായുള്ളൂ. അതിനിടയ്ക്ക് നമ്മളിതിനെ പുള്ളിയുടെ ജീവൻ നിലനിർത്താൻ പോലും പുള്ളി ഇതിനെ കൊടുക്കില്ല എന്നുള്ള വ്യക്തിയാണ്. അപ്പം ഇങ്ങനെ ആൾക്കാർ ചോദിക്കുമ്പോൾ നമുക്ക് തന്നെ മനസ്സുകൊണ്ട് ഒരു വല്ലാത്തൊരു ഇതാണ്. എല്ലാവർക്കും വിളിക്കാം, ആന വിശേഷങ്ങൾ ചോദിക്കാൻ ശരിയാണ്. പക്ഷേ അങ്ങനെ ആനയെ കൊടുക്കുന്നു എന്നുള്ള ചോദ്യം ചോദിച്ച് കഴിവുകാരും വിളിക്കാതിരിക്കുക. നമ്മളങ്ങനെ ഒരു ഉദ്ദേശമില്ല. രണ്ടുപേരെയും അതിനകത്ത് എന്ത് പ്രശ്നങ്ങളുണ്ടായാലും കൊടുക്കത്തില്ല. രണ്ടുപേരും ഇവിടെ തന്നെ ഉണ്ടാവും. അവരുടെ അവസാനം വരെ അല്ലെങ്കിൽ ഞങ്ങളുടെ അവസാനം വരെ അവരുണ്ടാവും കൂടെ. അല്ലാതെ ആനയെ കൊടുത്തിട്ട് അച്ഛനെ കൊടുക്കാനായിരുന്നെങ്കിൽ അച്ഛന് ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്തൊക്കെ അച്ഛനോട് ഞങ്ങൾ വരെ പറഞ്ഞിട്ടുണ്ട്, ബുദ്ധിമുട്ട് ഒഴിവാക്കി നമുക്ക് മുന്നോട്ട് പോകാം എന്നുള്ള രീതി. പക്ഷേ അച്ഛൻ ആ ഒരു കാര്യത്തിൽ മാത്രം ആനയെ കൊടുത്തിട്ടുള്ള ഒരു കാര്യത്തിലും എൻ്റെ ചികിത്സയ്ക്ക് പോലും ആനയെ കൊടുക്കുന്നില്ല അത്രത്തോളം പറഞ്ഞൊരു വ്യക്തിയാണ്. അപ്പോൾ പിന്നെ വേറൊരാൾ ചോദിച്ചാൽ ഞങ്ങൾ കൊടുക്കും? ഒരിക്കലും കൊടുക്കത്തില്ല.
നമ്മുടെ ആ റീൽസിൽ ഓൾറെഡി നമ്മൾ പറയുന്നുണ്ട്, വിജീഷ് തന്നെ പറയുന്നുണ്ട് ഞങ്ങളെക്കാട്ടിലും കൂടുതൽ സ്നേഹം അച്ഛൻ ആനകളോടാണെന്നുള്ളത്. അപ്പം അങ്ങനെ പറഞ്ഞ ഒരിടത്ത് ആ അച്ഛൻ്റെ മക്കൾ ആനകളെ കൊടുക്കില്ല എന്ന് വിചാരിക്കാൻ, അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിഞ്ഞ് ചോദിച്ചാൽ പിന്നെയുണ്ട് ഒരു കുറച്ച്. ഇതിപ്പോൾ ഈ ഒരു മരിച്ച ഇത്ര നാളുകൾക്കുള്ളിൽ എങ്ങനെ ചോദിക്കാൻ തോന്നുമെന്ന് എനിക്കറിയില്ല. അപ്പം എനിക്ക് വരുന്നവരോട് ഞാൻ നമ്മളോട് തന്നെയല്ലെന്നേ, ഇവരെ ആനക്കാരോട് വിളിച്ച് ചോദിക്കുക, ഇവരോടെല്ലാം പലപ്പോഴും ഇങ്ങനെ ആൾക്കാർ കണ്ടിന്യൂസ് വിളിച്ച് ഇങ്ങനെ ഓരോരുത്തരെയും കൊണ്ട്. ഇന്നലെ രാത്രി പോലും എനിക്കൊരു കോൾ വന്നു, പേര് ഞാൻ പറയുന്നില്ല, തൃശ്ശൂർ നാട്ടിൽ നിന്നാണ്. അവർ ഇങ്ങനെ കൊല്ലത്തുനിന്ന് ആരോ പറഞ്ഞു കൊടുക്കുന്നു എന്നൊക്കെ ചോദിച്ചോളൂ. ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നി ചേട്ടാ, ഒരു കാരണവശാലും ആനയെ കൊടുത്തിട്ടുള്ള ഒരു പരിപാടിക്കും ഇല്ലെന്ന് പറഞ്ഞു. നമുക്കതിന് പറ്റത്തില്ല, നമ്മൾ ചെയ്യത്തുമില്ല. പലരും ചിന്തിക്കാൻ കാര്യം ഓൾറെഡി ഹോസ്പിറ്റലിലായിരുന്നു. അപ്പോൾ എല്ലാവരും അങ്ങ് ചിന്തിക്കുകയാണ് അതുകൊണ്ട് ആവശ്യം വരും, അപ്പോൾ അവരിപ്പോൾ ചോദിച്ചാൽ ചിലപ്പോൾ കിട്ടും, അങ്ങനെയുള്ളൊരു മൈൻഡിലാണ്. അപ്പം ഒരു കുടുംബം അല്ലെങ്കിൽ ഇവരുടെ വീട്ടിലെ 5 മക്കളാണെന്ന് ഓൾറെഡി നമ്മുടെ മുന്നത്തെ വീഡിയോയിൽ ഇവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ 5 മക്കളിൽ 2 മക്കളെ കൊടുത്തിട്ട് ഇവരെന്തായാലും നിൽക്കില്ല. അപ്പോൾ അതുകൊണ്ടുകൂടിയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്തത്. ഇപ്പം സീസൺ തുടങ്ങിയതല്ലേ ഉള്ളൂ, സീസൺ തുടങ്ങി കുറച്ച് നമ്മൾ അന്ന് ചെന്നപ്പോൾ പരിപാടി എടുക്കാനൊക്കെ സ്റ്റാർട്ടിങ് ആയതല്ലേ ഉള്ളൂ. ഇപ്പം എവിടെയൊക്കെ പരിപാടി എടുത്തു? ഇതിപ്പം നമ്മൾ നമ്മുടെ കൊല്ലം പള്ളിക്കൽ ഒരു പരിപാടി എടുത്തു. പിന്നെ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം, ഇവിടെ ചങ്കരാനമൂർത്തി. ഇനി എവിടെയാണ് അടുത്ത പരിപാടികളൊക്കെ? ഇവിടുത്തെ പരിപാടി കഴിഞ്ഞാൽ ആറന്മുള വീണ്ടും ഒരു ദിവസം പരിപാടി ഉണ്ട്, അത് എടുക്കും. പിന്നെ കണ്ടിന്യൂസ് ഇങ്ങനെ പരിപാടി ഉണ്ട്. പിന്നെ നമ്മുടെ നാട്ടിൽ തന്നെ 1-2 അമ്പലങ്ങളിലെ പരിപാടികൾ ഉണ്ട്. അരൂർ പുതിയകാവ് എന്ന് പറയും, അവിടെ നമ്മുടെ ഓൾറെഡി ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് അയക്കുന്നവർക്ക് നമ്മൾ ഇവരുടെ നമ്പർ കൊടുക്കാറുണ്ട്. ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ശിവൻ്റെ കാര്യം, ശിവൻ എന്ന് പറഞ്ഞാൽ എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടപ്പെട്ട ആനയെന്ന് വെച്ചാൽ ശിവനാണ്. കാരണം എൻ്റെ വീഡിയോ എനിക്ക് തോന്നുന്നു ശിവൻ്റെ ഔദ്യോഗിക വീഡിയോഗ്രാഫർ ഞാനാണെന്ന് തോന്നുന്നു. അതുപോലെ ശിവൻ്റെ വീഡിയോ ഞാൻ എത്രയോ വർഷങ്ങളായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു പേഴ്സണൽ ഇഷ്ടവും കൂടിയുണ്ട്. അപ്പോൾ അതുകൊണ്ടുകൂടിയാണ് പറയുന്നത്. ഞാൻ ബുക്കിംഗ് നമ്പർ എല്ലാം തന്നേക്കാം. എന്താ വിജീഷ് എന്താ പറയുന്നത്? അച്ഛൻ്റെ നമ്പറിൽ അറിയാവുന്നവർ, ഒരുമാതിരിപ്പെട്ടവർക്കെല്ലാം അച്ഛൻ്റെ നമ്പർ അറിയാവുന്നതാണ്. ആ നമ്പർ ഇപ്പോഴും നിലവിലുണ്ട്. ആ നമ്പർ വിളിച്ചാൽ എടുക്കും. അത് അനിയനായിരിക്കും എടുക്കുന്നത്. ആ നമ്പർ വിളിച്ചാൽ മതി. കൂടുതലും ആ നമ്പർ വിളിക്കുവാണെങ്കിൽ പെട്ടെന്ന് പരിപാടിയുടെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും അനിയൻ തന്നെ ഡീറ്റെയിൽ ആയിട്ട് പറയും. അങ്ങനെയുള്ള കാര്യങ്ങൾ പരിപാടിയൊക്കെ നമ്മൾ എല്ലാം ന്യായമായുള്ള രീതിയിൽ തന്നെയാണ് പരിപാടികളെല്ലാം എടുത്തു പോകുന്നത്. ഇത് പറഞ്ഞുകൊണ്ട് പറയുകയാണ്, ഇപ്പം അച്ഛൻ്റെ ആ ഒരു മരണസമയത്ത് പലരും കണ്ടതാണ് പാറുക്കുട്ടിയെ കൊണ്ടുവന്ന് അച്ഛനെ കാണിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു അവസ്ഥയായിരുന്നു. ഞാൻ ആ സമയത്ത് ഞാൻ അവിടുന്ന് പോകുന്ന ഒരു കണക്കിന് നന്നായി എന്ന് എനിക്ക് തോന്നിയപ്പോൾ ഒരു കാര്യമാണ്. എപ്പോഴെങ്കിലുമൊക്കെ ഇവർ അന്വേഷിക്കുകയില്ലായിരിക്കുമോ നീ അച്ഛനെ? ഇവർക്കൊക്കെ അവിടെ വരുമ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട് ഇവർക്ക്. ഇത് ഇപ്പം എന്താ പറയുന്നത്, ഒരു ജീവിയല്ലേ, അവർക്ക് മനസ്സിലായി കാണുമായിരിക്കും. അവർ ഉൾക്കൊള്ളുന്നുണ്ടായിരിക്കത്തില്ല, പക്ഷെ എന്നാലും നമുക്കറിയില്ലല്ലോ അല്ലേ, നമുക്ക് പോലും ചില സമയത്ത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതാണ് ഇപ്പം ശിവന്റെ വീഡിയോ എടുക്കാൻ വരുമ്പോൾ അച്ഛൻ കാണും. അതുപോലെ എനിക്ക് എപ്പോഴും ഇൻസ്റ്റയിൽ എൻ്റെ സ്റ്റാറ്റസ് അച്ഛൻ കാണുന്നതായിട്ട് കാണുമ്പം എൻ്റെ മനസ്സിലുണ്ട്. അപ്പം ഞാൻ എപ്പോഴും ഓർക്കും അങ്ങനെയാണെന്നുള്ളത്. നമ്മൾ ശിവന്റെ വീഡിയോ എടുത്തപ്പം ഹരിയെയും അതുപോലെ തന്നെ വിപിൻ ചേട്ടൻ, 2 പേരെയും, വിപിൻ ചേട്ടൻ എന്ന് പറഞ്ഞാൽ വളരെ എസ് ഐ എന്നാണ് എല്ലാവർക്കും അറിയുന്നത്, 2 പേരുടെയും വീഡിയോ നമ്മൾ ഓൾറെഡി അന്ന് എടുത്തിട്ടുന്നു. അപ്പോൾ ഇപ്പം ഞാൻ ചോദിക്കുന്നത്, ഞാൻ അന്ന് വന്നപ്പം അയ്യപ്പൻകുട്ടി ചേട്ടൻ്റെ ഒരു നിഴലിലായിരുന്നു അല്ലേ ഇത്രയും വർഷം നിന്നിരുന്നത്. അപ്പോൾ ഇപ്പം ആ ഒരു എങ്ങനെ അച്ഛനെ ഓർക്കുന്നത്? പുള്ളി ഭരിച്ചിട്ടൊന്നുമില്ല, നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. അതന്നെ നമ്മളെ കൊണ്ട് ഉൾക്കൊള്ളിക്കാൻ പറ്റില്ലത്. എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട് ആള്. നിങ്ങളോടൊക്കെ ആ സമയത്ത് എങ്ങനെയായിരുന്നു അച്ഛൻ? ഇപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഭക്ഷണത്തിന്റെ സമയമൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയില്ലെന്നുണ്ടെ വഴക്ക് പറയും അവരെ മക്കളെ വരെ. അവിടെ നമ്മളൊരു ആനക്കാരനായിട്ടല്ല അവിടെ നമ്മളെ കൊണ്ടുവരുന്നത്. ആ വീട്ടിലൊരു അംഗം, അത് മോനെ പോലെ. എന്തുണ്ടെങ്കിലും ഏത് വിരുന്നാരോ ഗസ്റ്റോ എന്ത് വന്നാലും നമ്മളെ വിളിച്ച് അവരോട് ഭക്ഷണം കഴിക്കലും പിടിക്കലും അവരൊരു മോനെ പോലെയാണ് നമ്മൾ എന്നെ കൊണ്ടുവരുന്നത്. എന്ന് വെച്ചാൽ അത് അതേപോലെയാണ്. എങ്ങനെ പറയണ്ടേന്ന് എനിക്കില്ല. നമ്മുടെ സ്വന്തം വീട്ടിൽ പോലും നമുക്ക് ചിലപ്പോൾ സ്വാതന്ത്ര്യം ഉണ്ടാവില്ല, അതേപോലെ സ്വാതന്ത്ര്യമായിരുന്നു അവിടെ. അച്ഛനും അങ്ങനെ ഭയങ്കര കാര്യമാണ്. നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കാണില്ല, എവിടേക്ക് പോവാണെന്നുണ്ടെങ്കിലും പുള്ളി വിളിച്ചിട്ട് പോകും. എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മളോട് പറയും. ആനയുടെ കാര്യമാണെന്നുണ്ടെങ്കിലും എന്തിട്ടാണെന്നുണ്ടെങ്കിലും നമ്മളോട്. അതെന്ന് വെച്ചാൽ ഒരു തൊഴിലാളി മുതലാളിയാ ബന്ധമായിരുന്നില്ല അങ്ങനെയാണ്. പക്ഷെ മരണം പെട്ടെന്ന് നമുക്ക് ഞാൻ ഉൾക്കൊള്ളണില്ല, ഇപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ടെന്നാണ് വിശ്വാസം. നമ്മൾ എന്നാ വീഡിയോയിൽ അവസാനം അങ്ങനല്ലേ പറഞ്ഞു, അച്ഛൻ വന്നിട്ട് ഇനി വീഡിയോ ചെയ്യാം എന്നും പറഞ്ഞല്ലേ നമ്മൾ പിരിഞ്ഞത്. ഇങ്ങനെ ആയിപ്പോയി എന്ന് മാത്രം. പെട്ടെന്ന് അങ്ങനെ വരേണ്ടി വരും എന്ന് വിചാരിച്ചില്ല. നമ്മൾ 2022 ശിവന്റെയും പാർവതിയുടെയും വീഡിയോ ആദ്യത്തെ തവണ ചെയ്തപ്പോൾ അതിനകത്ത് അച്ഛൻ, അതായത് അയ്യപ്പൻകുട്ടി ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു, ഒരു ആനക്കാരൻ ആന മുതലാളി. ആ ഒരു റീൽസും എല്ലാവരും ഫേസ്ബുക്കിലൊക്കെ കണ്ടിട്ടുള്ളതാണ്.
ആ പറഞ്ഞ വാക്കുകളിൽ അറിയാം ഒരു ആനക്കാരനെ എങ്ങനെ നോക്കണം, ആനയെ എങ്ങനെ നോക്കണം, ഒരു ആന മുതലാളി എങ്ങനെയായിരിക്കണമെന്ന്. ഇന്നുള്ള പല ആളുകളും, നമ്മൾ ആരും ഇതായിട്ട് പറയില്ല, പല ആളുകളും കണ്ടുപഠിക്കേണ്ട ഒരാളാണ്. ഇപ്പം ആ ഒരു വ്യക്തി ഇല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് തന്നെ ഇപ്പം ആലോചിക്കുമ്പോൾ എനിക്ക് സങ്കടം തോന്നുന്നുണ്ട്. കാരണം ഞാൻ വേണ്ട വിധത്തിൽ അന്ന് വീഡിയോ ചെയ്തിരുന്നോ, അല്ലെ അത്രയും ആ അച്ഛനെ കുറിച്ച് പറഞ്ഞിരുന്നോ? പക്ഷെ അതൊരു നഷ്ടബോധം നമുക്ക് വരുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ശിവന്റെ വീഡിയോ എടുക്കുമ്പം, കഴിഞ്ഞ വീഡിയോയിലാണെങ്കിലും നമ്മൾ തുടക്കത്തിലും ആദ്യം അച്ഛനെ കുറിച്ചാണ് പറഞ്ഞത്. ഇന്ന് അച്ഛൻ ഇല്ലെങ്കിലും നമ്മൾ അച്ഛനെ കുറിച്ചാണ്, എന്നും ഉണ്ടാവും. എന്ന് ശിവന്റെ വീഡിയോ എടുക്കുമ്പോൾ, അല്ലെങ്കിൽ ശിവനും പാർവതിയും ഈ നാട്ടിലുള്ള കാലം അത്രയും അവരുടെ അച്ഛനും കൂടെ ഉണ്ടാവും. അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മൾ ശങ്കരനാരായണ മൂർത്തി ക്ഷേത്രത്തിലാണ്, ആനിക്കാടാണ്. അപ്പം ഇവിടുത്തെ ക്ഷേത്രത്തിലെ സെക്രട്ടറിയാണ് രതീഷ് ചേട്ടൻ. അപ്പോൾ ചേട്ടനോട് ശിവനെക്കുറിച്ച് ചോദിക്കാം. ചേട്ടാ നമസ്കാരം. ശിവൻ എന്ന് പറഞ്ഞാൽ പത്തനംതിട്ട ഉള്ളവരാണ്, ആ ആളെ ഇവിടെ കൊണ്ടുവരാനുള്ള കാര്യം എന്താണ്? നിങ്ങൾ ശരിക്കും ഒരു 3 വർഷം മുന്നേ ഇവിടെ വന്നുകൊണ്ടിരുന്ന ആനയ്ക്ക് യാദൃശ്യമായിട്ട് ഇവിടെ എത്താൻ സാധിച്ചില്ല. ഒരു 12 വർഷമായിട്ടൊരു ആന സ്ഥിരം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ആനയുടെ ഉടമസ്ഥൻ്റെ അമ്പലത്തിലേക്ക് ഒരേ ഡേറ്റ് വന്നു കഴിഞ്ഞപ്പോൾ അന്ന് കിട്ടാതെ വന്നു. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പല സ്ഥലങ്ങളിൽ അന്വേഷിച്ചു. അങ്ങനെയാണ് ബിജീഷിനെ നമുക്ക് കിട്ടുന്നത്. ബിജീഷിൻ്റെ അളിയനുമായിട്ട് ഞങ്ങൾക്ക് ഒരു കണക്ഷനൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ അങ്ങനെ ബിജീഷിനെ വിളിക്കുകയും യാദൃശ്യമായിട്ടാണ് അന്ന് മഹാലക്ഷ്മി ശിവൻ 3 കൊല്ലം മുന്നേ ഇവിടെ വരുന്നത്. അതിനുശേഷം കഴിഞ്ഞ വർഷവും ഈ ആന ഇവിടെ എത്തി. ഈ വർഷവും ഇവരെ തന്നെ ഇത് ഏൽപ്പിക്കണം, അല്ല ഈ ആനയെ തന്നെ ഞങ്ങൾക്ക് വേണം എന്നുള്ളത് ഞങ്ങൾ അങ്ങോട്ട് ആവശ്യപ്പെട്ട് അങ്ങനെയാണ് ഇവിടെ എത്തുന്നത്. അപ്പം ക്ഷേത്രത്തെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എഴുന്നള്ളത്തുകളൊക്കെ എന്ന് പറയുന്ന ഒരു സമയബന്ധിതമായിട്ട് നടത്തേണ്ട ഒരു സാഹചര്യം കൂടെ ഉണ്ട്. അപ്പോൾ ആ സമയബന്ധിതമായിട്ട് നടത്തണമെങ്കിൽ ഈ ആന നടക്കുന്ന സ്പീഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ദേശപ്പറയ്ക്ക് പോകുന്നു, എഴുന്നള്ളത്തിന് പോകുന്നു, ആറാട്ടിന് പോകുന്നു ഒക്കെ. അതൊക്കെ കറക്റ്റ് സമയങ്ങളിൽ ഇവിടെ എത്തിച്ചേരണമെങ്കിൽ ആനയും നമ്മളോടൊപ്പം സഹകരിച്ചെങ്കിൽ മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ വീണ്ടും ഈ ആനയെ തന്നെ നമ്മൾ വിളിക്കുന്നതിൻ്റെ ഒരു കാര്യം. എഴുന്നള്ളിപ്പ് ചിട്ടയുണ്ട്, ആൾക്കാർ എഴുന്നള്ളിപ്പ് ചിട്ടയുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നത് താഴെ വരുന്നുണ്ട്. അതാണ് അതിൻ്റെ അകത്തെ ഒരു. ശിവൻ എങ്ങനെയാണ് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നിങ്ങളോടൊക്കെ എങ്ങനെയാണ്? ഞങ്ങളോട് വളരെ ഇതാണ്. ഞങ്ങൾ ഇടയ്ക്ക് ബിസ്ക്കറ്റ് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊണ്ടുപോയി കൊടുക്കും. ഇവിടെ നമ്മുടെ കമ്മിറ്റിയുള്ള പല ആൾക്കാരുടെ വീട്ടിലൊക്കെ കൊണ്ടുപോകാറുണ്ട്. അങ്ങനെ വളരെ നല്ല രീതിയിലാണ് ആനയാണെങ്കിലും നമ്മളോട് ഇടപെടുന്നത്. ഈ ആനയെ തന്നെ വിളിക്കുമ്പോൾ നമുക്ക് ആനയോടൊപ്പം ഉള്ള ആളുകൾ അവർ നമ്മളോട് ഇടപെടുന്ന ഒരു രീതിയും ഇതിലൊരു പ്രധാന ഘടകം തന്നെയാണ്. അപ്പം ഹരിയാണേൽ നേരത്തെ വന്നിട്ടുണ്ട്. ഇപ്പം ഇദ്ദേഹം ചേട്ടനാണെങ്കിൽ ഇപ്പോൾ ആദ്യമായിട്ട് ആണ് ഈ വർഷമാണ് ഇവിടെ വരുന്നത്. പക്ഷേ ഞങ്ങളുമായിട്ട് വളരെ വർഷങ്ങൾ ബന്ധമുള്ള പോലെയാണ് ചേട്ടനാണെങ്കിലും പെരുമാറുന്നത്. ഹരി നേരത്തെ പരിചയമുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പം അവരുടെ ഒരു സഹകരണവും കൂടെ ഞങ്ങളുടെ ഈ ഉത്സവം നടത്തിപ്പിൽ വളരെ വിജയകരമായിട്ട് നടത്തുന്നതിന് ഒരു ഘടകം തന്നെയാണ്. അപ്പം അവരുടെ ഒരു സ്വഭാവ സവിശേഷതയും കൂടിയുണ്ട് ഈ ആനയെ തന്നെ വിളിക്കാനുള്ള ഒരു കാരണത്തിൽ. ശരി, ആനക്കാരും കൂടെ നന്നാവണമല്ലോ, ആന മാത്രം നന്നായാൽ പോരല്ലോ അല്ലേ? ഓൾറെഡി നമ്മുടെ വീഡിയോയിൽ, നമ്മുടെ റീൽസിൽ കൂടെ വൈറലായ ആളാണ് ഒള്ളരി എസ് ഐ. പറഞ്ഞ എല്ലാ ആന വീഡിയോസും ഭയങ്കര വൈറലായിരുന്നു. ഏതൊക്കെ ആനയെക്കുറിച്ച് പറഞ്ഞു എന്ന് എനിക്കറിയില്ല. നമ്മൾ റീൽസ് കണ്ടവർക്കറിയാം. ഒളരിക്കര കാളിദാസൻ, പിന്നെ ഏതാനായിരുന്നു, ബാസ്റ്റിൻ വിനയ് ശങ്കർ അല്ലേ, പാറമേക്ക വയ്യപ്പൻ, അങ്ങനെ കുറേ ആനകളിൽ അങ്ങനെ നമ്മൾ വൈറലായ ആളാണ്. അപ്പം ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇവരുടെ വിശേഷങ്ങളൊക്കെ ഓൾറെഡി വീഡിയോയിൽ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ അതിലേക്ക് പോകാത്തത്. അപ്പം ആ ഒരു അച്ഛൻ, ഞാൻ ഇവരോടെല്ലാം ചോദിച്ചൊരു ചോദ്യമാണ്. നിങ്ങൾ ഇപ്പോൾ ചേട്ടൻ വന്നിട്ടാണെങ്കിലും 2-3 മാസമല്ലേ ആയുള്ളൂ, എങ്കിലും ആ ഒരു അച്ഛൻ എന്ന് പറഞ്ഞത് നിങ്ങളോട് എങ്ങനെയായിരുന്നു? ഞാൻ ഇവിടെ ഈ ആന അഴിക്കാനായിട്ട് വരുന്നത് ഒരു 3-4 കൊല്ലം മുമ്പാണ്. അപ്പോൾ ആളായിരുന്നു ഇവിടെ കാര്യങ്ങളൊക്കെ നോക്കണ്ടായിരുന്നു. പക്ഷെ എന്നെ ഈ ഹരി പറഞ്ഞ പോലെ തന്നെ ആനക്കാരനായിട്ടല്ല കണ്ടത്. കാലത്ത് തന്നെ വന്നു, അവരുടെ കൂടെ അവരുടെ ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുക, കാര്യങ്ങൾ ചെയ്യുക, നല്ല രീതിയിൽ കാര്യങ്ങൾ. ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ എങ്ങനെ നമ്മൾ ആള് ആന തൊഴിലാളികളും മുതലാളിമാരും അങ്ങനത്തെ ഒരു ഇതല്ല. നമ്മുടെ കൂടെ ഒരാളായിട്ട് ആള് നിൽക്കണ, അങ്ങനെയാണ് ഇവിടുത്തെ എല്ലാവരും. അതിപ്പോ ബിബിൻ ചേട്ടനായിക്കോട്ടെ, ബിജീഷ് ചേട്ടനായിക്കോട്ടെ, ബിജുക്കൂട്ടൻ ചേട്ടനായിക്കോട്ടെ, ഇവരെല്ലാവരും നമ്മളോട് അങ്ങനെ സഹകരിക്കുന്നു. ഒരു വീട് പോലെയാണ്. ഞാൻ അവര് ഇപ്പോ ഒരു നേരം ഇല്ലാന്നുണ്ടെങ്കിലും നമുക്ക് വീടിനുള്ളിൽ കയറി ഒരു കുപ്പി വെള്ളം എടുത്ത് കുടിക്കുക, അല്ലെങ്കിൽ ചായ കുടിക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യാം. നമ്മളങ്ങനെ അങ്കായി കാണാനല്ല അവരങ്ങനെ ചെയ്യുന്നത്. അപ്പോ അങ്ങനെയാണ് ഇവിടുത്തെ ഒരു ഫാമിലി എന്ന് പറയാം. അത് എല്ലാവരും കൂടി ഒരു ഫാമിലി എന്ന് പറഞ്ഞ രീതിയിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഓൾറെഡി ചേട്ടൻ പറഞ്ഞു നിങ്ങളെ വിളിക്കാറുണ്ട്, ആനയെ കൊടുക്കുന്നുണ്ടോന്ന് ചോദിച്ചു. അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അടുത്ത് ഒരു 3-4 വട്ടമായി ആൾക്കാർ ഇങ്ങനെ വിളിച്ചു നോക്കുന്നത്
ഈ 2 ആനയും കൂടിയും കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു തുക മേടിച്ച് തരാം, കൊടുക്കാൻ ഞങ്ങളൊന്ന് സഹായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരോടൊന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 2 ആനയും കൂടി കച്ചവടമാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് അത്യാവശ്യം പൈസ നിങ്ങൾക്ക് മേടിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാരായി പറയുന്നത്. അപ്പം ഞാനൊക്കെ ഇവരോട് തിരിച്ച് പറഞ്ഞതെന്ന് വെച്ചാൽ അവർ കൊടുക്കില്ല. അത് അവരെ മക്കളെ പോലെ നോക്കണ ഒരു ആനയാണ്. അയ്യപ്പൻകുട്ടി ചേട്ടനായാലും അച്ഛനായാലും വിപിൻ ചേട്ടനായാലും ഇവരെല്ലാവരും മക്കളെ പോലെ നോക്കണ ഒരു ആനയാണ്. അപ്പോൾ ആ ആനനെ എങ്ങനെ കൊടുക്കും? അപ്പോൾ നമ്മളോട് ചോദിക്കുമ്പോൾ അതിന് തിരിച്ച് നമ്മൾ അവരോട് പറയണത് നിങ്ങൾ അവരെ വിളിച്ച് എൻ്റെ അടുത്ത് കോൺടാക്ട് നമ്പർ ഉണ്ടെങ്കിൽ തരാനൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഞാൻ അവരോട് പറയും വെറുതെ വിളിക്കണ്ട, അവർക്കത് ചിലപ്പോൾ എന്താ പറയുക ഏതാ പറയുക പ്രതികരിക്കാന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇവർക്കൊക്കെ പിന്നെയും ഇവർ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റവർ പറഞ്ഞിരുന്നല്ലോ, അല്ലെ ഇവിടുന്ന് കോട്ടയത്ത് നിന്ന് ആൾക്കാർ പറഞ്ഞു, അല്ലെങ്കിൽ കൊല്ലത്ത് നിന്ന് ആൾക്കാർ പറഞ്ഞു, അല്ലെങ്കിൽ തൃശ്ശൂരിൽ നിന്ന് വേറൊരു ടീം പറഞ്ഞു ഇവർ കൊടുക്കാൻ നിൽക്കുകയാണ്, അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാർ. അപ്പോൾ തിരിച്ചൊക്കെ മറുപടി ഇങ്ങനെ തന്നെ ഞാൻ പറയണത്. അത് ഞാൻ അവർ കൊടുക്കില്ല. അത് ഈ കൊടുക്കാം എന്ന് അവർ പറയണതിന്റെ 1/2 മിനിറ്റ് മതി അവർക്ക് തിരിച്ച് ഇല്ല എന്ന് പറയാൻ റെഡിയാണ് റെഡിയാണ് ഇല്ല എന്ന് പറയാൻ വേണ്ടിട്ട് റെഡിയാണ്. അതാണ് ഇവിടുത്തെ മുതലാളിമാര് നമ്മുടെ ചടന്മാരും കാര്യങ്ങളായിട്ടുള്ള. സീസൺ എങ്ങനെ പോകും? നന്നായിട്ട് പോകുന്നുണ്ടോ? സീസൺ അടിപൊളിയാണ്. നമ്മുടെ കുട്ടി അടിപൊളിയാണ്. അതെ, പരിപാടിയൊക്കെ എടുത്ത് അടിപൊളി ഉഷാറായിട്ട് പോകുന്നു. ഉഷാറായിട്ട് പോട്ടെ ഈ കൂട്ടുകെട്ട്. ഇപ്പൊ സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ കേരളത്തിലെ ഈ ആന ഒരുപാട് പേര് കച്ചവടം നടത്തുക, പക്ഷെ ഇത് ഓണർമാരറിയുന്നില്ലെന്നുള്ളതാണ് സത്യാവസ്ഥ. ഇത് കച്ചവടം ഇതിനെ കൊടുക്കാനാണ്, അതിനുവേണ്ടി അങ്ങനെയാണ് ഇങ്ങനെയാണ് വിളിച്ച് ചോദിക്കാം, അതിൻ്റെ പേരിൽ എന്താ പറയുന്നത് പൈസ മേടിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് എല്ലാവരുടെയും ഉദ്ദേശം. അല്ലാതെ നല്ലതിനൊന്നും വേണ്ടിയല്ല. ഓണർമാരറിയാതെ ആനക്കച്ചവടം നടക്കുന്നുണ്ട്. അതെ, ഓണർമാർ പോലും അറിയാതെ എത്രയോ ആനകൾ അയ്യോ അവിടുന്ന് ആന കച്ചവടമായി പോയി കേട്ടോ, ആൾക്കാർ പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല. അതാണ് ഇതിനകത്തെ പ്രശ്നം. അങ്ങനെ ഒരു ഫേക്ക് കച്ചവടം നടക്കുന്നുണ്ട്. ഫേക്ക് കച്ചവടം അങ്ങനെ കുറേ ആളുകളുണ്ട്. എന്തിനാണ് ഇങ്ങനെ? പിന്നെ കൊടുക്കില്ല എന്ന് പറഞ്ഞ ആനകളെ വീണ്ടും വിളിച്ച് മറ്റുള്ള ആൾക്കാരെ കൊണ്ടൊക്കെ പറയിപ്പിക്കുക, എങ്ങനെയും കൊടുക്കുമെന്ന്. ഇത് സമയം എന്ന് വെച്ചാൽ ഒരാൾ വിളിച്ചു ചോദിക്കും, അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് അടുത്ത ആൾ വിളിക്കും. ഒരാൾക്ക് അതേ ടീമുകൾ പറഞ്ഞിട്ടാണ് ഈ വിളിക്കുന്നത് മുഴുവൻ. നമുക്ക് ഇവരോട് എല്ലാവരോടും ഒറ്റ ഉത്തരവേ ഉള്ളൂ, ആനയെ കൊടുക്കുന്നില്ല, അതിനകത്ത് ഇനി ഒരു മാറ്റങ്ങളും ഇല്ല. ഇനിയിപ്പോ എനിക്ക് തോന്നുന്നത് അതിന്റെ വഴി ഉണ്ടെന്നറിയോ, മറ്റേ ഡയലക്ടോൺ പോലെ ഇല്ല ഇടുക, ആനയെ കൊടുക്കാനാണ് നിങ്ങൾ വിളിക്കുന്നതെങ്കിൽ ആനയെ കൊടുക്കുന്നില്ല, അങ്ങനെ സാറ് റെക്കോർഡ് ചെയ്ത് നല്ല ഐഡിയ അല്ലേ, ഫോണില് സെറ്റ് ചെയ്ത് വെക്കുക, അതേ ഐഡിയ ഉള്ളൂ. നീ അങ്ങനെ അഥവാ കേട്ടെങ്കിൽ അതിന്റെ ഐഡിയ ബുദ്ധി ഞാനാണ്. അപ്പൊ നമ്മൾ ഇന്ന് ഈ വീഡിയോ എടുത്തതിന് ഒറ്റ കാരണേ ഉണ്ടായിരുന്നുള്ളൂ, ഒറ്റ ചോദ്യം, ആനയെ കൊടുക്കുന്നുണ്ടോന്ന്. ഒറ്റ ഉത്തരം, ആന കൊടുക്കുന്നില്ല. അതെ, അത്ര മാത്രമേ ഉള്ളൂ. അത് മാത്രമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ഉദ്ദേശം. അപ്പം ശിവനും പാർവതിയും പരിപാടികളായിട്ട് നടക്കട്ടെ. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം.